നമ്മുടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന അനേകം ആളുകളെ സഹായിക്കുന്ന അനേക പദ്ധതികളുണ്ട്. അദ്ദേഹം അവിടെ എന്നോട് ആവശ്യപ്പെട്ടത്, ഇത്രയും ഞാൻ ചെയ്തു, തിരുമേനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആലോചിക്കട്ടെ, ഞങ്ങളുടെ കൗൺസിലിൽ ആലോചിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം അവിടെ അത് പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. ഈ 100 വീടുകളിൽ 1 സന്ധ്യയ്ക്കായിരിക്കുമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. അത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സമൂഹത്തിലെ പ്രയാസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്കും അതിലുള്ള ഒരു സന്തോഷമുണ്ട്. ലോകത്തിൽ മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുക എന്ന് മാത്രമാണ്. നാളെ നാം ജീവനോടിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, നാളേക്ക് മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവരോട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് മനസ്സല്യമുള്ളതുപോലെ മറ്റുള്ളവരോട് നമ്മളും മനസ്സല്യമുള്ളവരായിരിക്കണമെന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്, മനുഷ്യന് നന്മ ചെയ്യേണ്ടത് നാം മരിക്കുന്നത് വരെയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം അത് മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി നന്മ ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. അതാണ് സഭയുടെ ദൗത്യം. യേശുക്രിസ്തു പഠിപ്പിച്ചത് അതാണ്. ദൈവത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് രണ്ടാമതൊരു കൽപ്പനയെ പറഞ്ഞുള്ളൂ, നിന്നെ പോലെ തന്നെ നിന്നെ സഹോദരനെ സ്നേഹിക്കണം. വേറെ ഒരു കൽപ്പനയും നമുക്ക് തന്നിട്ടില്ല. ഈ 2 കൽപ്പനകൾ ആചരിക്കുമ്പോൾ ആരാധന നടത്തുന്നതായ സമയത്ത് തന്നെ മറ്റുള്ളവൻ്റെ ഭവനങ്ങൾ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിക്കണം. അതുകൊണ്ട് 100 ഭവനങ്ങൾ ഈ 3 വർഷത്തിനകം കൊടുക്കുന്നത് സഹോദരൻ പദ്ധതി പണിയുന്ന 100 ദേവാലയങ്ങളാണ്. 100 പള്ളികളാണ് പണിയാൻ പോകുന്നത്. കാരണം അവിടെ ജീവിക്കുന്നത്, ദേവാലയത്തിൽ ദൈവം വസിക്കുന്നു, ദൈവസ്വരൂപമുള്ള മനുഷ്യൻ വസിക്കുന്ന ഭവനവും ദൈവാലയമാണ് എന്നുള്ളതായ രീതിയിലാണ് 100 ദേവാലയങ്ങൾ പണിയുവാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ടും ഇത്രയും കാലം സഹോദരൻ പദ്ധതിയെ നെഞ്ചിലേറ്റി സഹകരിച്ച പ്രചോദനം നൽകിയ എല്ലാവരോടും സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.